ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മേഖലയിൽ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ അംബാസിഡറെ വിളിച്ചുവരുത്തി ജർമ്മനി പ്രതിഷേധം അറിയിച്ചു. ജർമ്മൻ പൗരന്മാരോട് ഇറാൻ വിടാനും നിർദ്ദേശം നൽകി. UN സെക്രട്ടറി ജനറലിന് ഇസ്രായേലിൽ വിലക്ക് ഏർപ്പെടുത്തി. വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, ഇറാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ തിരിച്ചടി എന്നുള്ളത്, അതായത് ഈ ആക്രമണത്തിന്റെ ഒരു അനന്തരഫലം അത് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണോ ഇസ്രായേൽ ആവർത്തിക്കുന്നത്? ധന്യ, ഇന്നലത്തെ ഇറാന്റെ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഉടൻ തന്നെ അതിനുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി ബെന്യാമിൻ നെതന്യാഹു ഈ ഇസ്രായേലിലെ പ്രതിരോധ തലവന്മാരുടെ ഒരു യോഗം വിളിച്ചു. മൊസാദ് മേധാവിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും യോവ് ഗാലന്റും എല്ലാം പങ്കെടുത്ത ആ ഒരു യോഗത്തിൽ വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ മിസൈൽ ആക്രമണത്തിൽ തങ്ങളുടെ വ്യോമ താവളങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, അവിടേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലക്ഷ്യമിട്ടത് മൊസാദ് ആസ്ഥാനത്തെയും സൈനിക താവളത്തെയും ആയിരുന്നു. എന്നാൽ ഇതിൽ ഒരു കെട്ടിടം തകർന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സേന തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ആർക്കും ആളപായമില്ല. അവിടെ ചില വ്യോമ ജെറ്റുകൾ, യുദ്ധവിമാനങ്ങൾ തകർന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇസ്രായേൽ സേന ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ ലെബനാനിന് നേരെയുള്ള ആക്രമണം അതേസമയം തന്നെ കടുപ്പിക്കുകയാണ്. കരയാക്രമണവുമായി ഇന്ന് ഇസ്രായേൽ സേന ലെബനാനിലേക്ക് പോയി. അവിടെ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ഇസ്രായേൽ സേനയ്ക്ക് വലിയ തിരിച്ചടി ലെബനാൻ അതിർത്തിയിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇസ്രായേൽ സേന തന്നെ പറയുന്നത് ലെബനാനിൽ നിന്ന് ഇന്ന് 22-കാരനായ ഇസ്രായേലിൻ്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ക്യാപ്റ്റൻ എയ്ത്താൻ ഇസ്ഹാക്ക് ഓസ്റ്റർ എന്ന സൈനികനാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു. എന്നാൽ ഹിസ്ബുള്ള പറയുന്നത് 2 സൈനികരെ കൊലപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അല്പസമയം മുമ്പ് ലബനാൻ അതിർത്തിയിലൊരു സ്ഫോടനം നടന്നു. ഇത് ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള സ്ഫോടനമാണ് എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ഇപ്പോൾ വരുന്ന വാർത്ത, ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് വലിയ തരത്തിൽ ഇസ്രായേൽ സൈനികർക്ക് അവിടെ ആളപായം സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേലി സൈനിക ഹെലികോപ്റ്ററുകളും മറ്റും അവിടെ ആളുകളെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടി, സൈനികരെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. 14ഓളം സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള അനൗദ്യോഗിക വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ആക്രമണമായി അത് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ കടുത്ത പ്രതിഷേധം ഇറാൻ്റെ ആക്രമണത്തിൽ എടുത്തിട്ടുണ്ട്. ജർമ്മനിയിലെ ഇറാൻ അംബാസഡറെ വിളിച്ച് പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇറാനിലുള്ള മുഴുവൻ ജർമ്മൻ പൗരന്മാരോടും രാജ്യം വിടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ മറ്റു വിദേശ രാജ്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.